ഇന്നത്തെ കാർത്തിക ദീപം എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ദേവദേവൻ്റെ ഭർത്താവിന് നല്ല പൊതിരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത്രയും കാലം നിങ്ങൾ എൻ്റെ കൂടെ നമ്മുടെ മോളെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഇപ്പം മോളുടെ കല്യാണം നടക്കില്ല എന്ന് കല്യാണം ഉറപ്പിച്ച മുതലേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരുണിന് കൂട്ടി നിൽക്കുമല്ലേ, അവൻ്റെ കല്യാണം അവളുമായിട്ട് നമുക്ക് നടത്തിയാൽ മതി. നമ്മുടെ മോളുടെ ഭാവി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ അനന്തരവനും എന്തായാലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച പോലെ നടക്കാൻ പോവുക. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ കല്യാണത്തിൻ്റെ അന്ന് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം നടന്നിട്ടൊന്നുമില്ലല്ലോ. കല്യാണം നടക്കുന്നതെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കണ്ടതിലും ഭയാനകമായതായിരിക്കും ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. എന്തായാലും ദേവ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നും പറഞ്ഞ് ദേവ അകത്തേക്ക് അങ്ങ് പോകും. ഇത് കണ്ടിട്ട് നമ്മുടെ അവിടുത്തെ വേലക്കാരൻ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് സാറോട് പറയും, അല്ല സാറേ, എനിക്ക് പേടിയാവുന്നുണ്ട്. ദേവകൊച്ചമ്മേൻ്റെ ഈ ഓരോ സംസാരവും പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഞാൻ 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം എന്താ ദേവകൊച്ചമ്മ ചെയ്യുക? എങ്ങാനും തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. അതൊന്നും കണ്ടും കേട്ടും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാനതിന് തോൽക്കാൻ വേണ്ടിയിട്ടോ ദേവേനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും സംസാരിച്ചിട്ടില്ല. അവിടെ നല്ല കാര്യങ്ങൾ എന്താണോ വേണ്ടത് അത് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ദേവകൊച്ചമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ദേവയുടെ ഭർത്താവിന് നല്ല പേടിയുണ്ട്. കാരണം ദേവ എന്തെങ്കിലും ചെയ്യും ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. ദേവ അതിനുശേഷം റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദേവയുടെ മോള് മാളവിക അവിടെ ഹാളിൽ ഒന്നും മിണ്ടാതെ മുകളിലോട്ടേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. എന്നിട്ട് ചോദിക്കും, അല്ല മോളെ, മോക്ക് എന്തെങ്കിലും കഴിച്ചൂടെ? എനിക്കൊന്നും വേണ്ട അമ്മേ. മോള് കഴിക്കാത്തത് കൊണ്ട് അമ്മ ഒന്നും കഴിച്ചിട്ടില്ല ഇത്രയും നേരം വരെ. അതെ അമ്മേ. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അല്ല, ഞാൻ എത്ര കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു അരുണേട്ടൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കല്യാണം ക്ഷണിച്ചു എല്ലാവരെയും, നാട്ടുകാരെയും വീട്ടുകാരെയും എൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും. ഇനിയിപ്പം ഫ്രണ്ട്സിൻ്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെയാണ് നോക്കുക? എല്ലാവരും എന്നെ കളിയാക്കില്ല എൻ്റെ മുഖം കാണുന്ന സമയത്ത്. എനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? മോളെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ അരുണിൻ്റെ വിവാഹം കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ആ വിവാഹം ഞാൻ ഇരിക്കുന്നോളം കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. അമ്മേ, പോലീസൊക്കെ വന്നിട്ട് ഇടപെട്ട കേസല്ലേ? ഇനിയിപ്പം അരുണേട്ടൻ തന്നെ പറഞ്ഞിട്ടായിരിക്കുമോ ഈ പോലീസൊക്കെ വന്നിട്ടുണ്ടാവുക? അരുണേട്ടൻ തന്നെ ആയിരിക്കുമോ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വരുത്തിയിട്ടുണ്ടാവുക? അതെന്ത് സംശയം? അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മേ, ഇനി എങ്ങനെ? അതൊന്നും നീ കരുതണ്ട, അതൊന്നും നീ ചിന്തിക്കുകയേ വേണ്ട. കല്യാണം അത് നാളെയാണ്. നാളെ ഞാൻ എന്ത് വില കൊടുത്തിട്ടും ആ കല്യാണം ഞാൻ മുടക്കിയിരിക്കും. അല്ലമ്മേ, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിനാ നീ പേടിക്കുന്നത്? ഞാൻ ഇവിടെ ഇട്ടുണ്ടല്ലേ. പിന്നെ മോള് പേടിക്കേണ്ട ആവശ്യമില്ല. നീ എന്തെങ്കിലും വന്ന് കഴിക്കും. എനിക്ക് തോന്നുന്നു ഈ പോലീസിനൊക്കെ ഏർപ്പെടുത്താനുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തത് ഒരു വക്കീലുണ്ടല്ലോ, സ്വന്തം കൂട്ടുകാരനായിട്ട്. അയാൾക്ക് അത്യാവശ്യം കേസും പിടിപാടും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് ആ വക്കീലായിരിക്കും ഈ ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അരുണിന്. പിന്നെ നിൻ്റെ ഇവിടെ ഒരു അച്ഛനുണ്ടല്ലോ, ഈ അച്ഛനും മോശമൊന്നുമല്ല. ഈ അച്ഛനും തീരെ താല്പര്യമില്ലായിരുന്നു ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവനോട് ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഓതി കൊടുത്തിട്ടുണ്ടാവുക നിൻ്റെ അച്ഛനായിരിക്കും. എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ആദ്യം മുതലേ ഈ കല്യാണം നടക്കില്ല, നിങ്ങൾക്ക് തമ്മിലുള്ള ചേരുന്ന ബന്ധമല്ല എന്നൊക്കെ. അത് പിന്നെ അമ്മേനോട് നേരിട്ട് പറയാതിരുന്നത് ചിലപ്പോൾ അമ്മേനോടുള്ള പേടി കൊണ്ടായിരിക്കും. ആ പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ അടക്കി ഭരിച്ചത്. എന്തായാലും ഇത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല മോളെ. ഇതേ സമയം നമ്മുടെ അരുണിൻ്റെ വീട്ടിലാണെങ്കിൽ മഞ്ജിമയും അനന്തേട്ടനും മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ടാളും ഒരു സുഖമില്ലാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. അമ്മ വന്നിട്ട് രാവിലെ തന്നെ അവർ രണ്ടാളെ അന്വേഷിച്ച് മുന്നോട്ടേക്ക് വരും. അല്ല, നിങ്ങളാരും ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഭക്ഷണം കഴിക്കാനോ? അല്ല, അമ്മായി എൻ്റെ അമ്മേനെ വിളിച്ചോ? ഞാൻ 2-3 തവണ വിളിച്ചു, കിട്ടില്ല. അവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. മാളും പട്ടിണിയാണ്, അമ്മയും പട്ടിണിയാണ്. അവർ കഴിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്ന് കഴിക്കുക? എനിക്ക് വേണ്ട. അവർ കഴിക്കാതെ എൻ്റെ വയറ്റിലേക്ക് ഒരു ഭക്ഷണം ഇറങ്ങിയില്ല. അല്ല, മഞ്ജിമ കഴിച്ചിട്ടില്ലേ പിന്നെ ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞുള്ളൊരു മട്ടിലായിരിക്കും അനന്തേട്ടനും ഇരിക്കുന്നത്. അല്ല മക്കളെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പട്ടിണിയൊക്കെ ഇരിക്കുന്നത്? എന്തായാലും സാവകാശം ഇത് കല്യാണം നടന്നേ പറ്റുള്ളൂ. കാരണം ഇത് അവരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണല്ലോ. ഇനിയിപ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നത്? എന്തെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒരു ഫങ്ഷനായിട്ട് കഴിഞ്ഞിട്ട്
അതങ്ങ് കഴിഞ്ഞു പോയിക്കോട്ടെ. ഇതിനിയും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആഹാ, അമ്മായിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അമ്മായി പോയിക്കോ കല്യാണത്തിന്, അരുണിൻ്റെ കൂടെ പോയിക്കോ, എന്തായാലും ഞാൻ വരുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്തേക്ക് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അതെന്താ എൻ്റെ കല്യാണത്തിന് എൻ്റെ ഏട്ടനും ഏട്ടത്തിയും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ അരുണെ. അല്ല, എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞതാ. ഇനിയിപ്പം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ആൾക്കാർ ചോദിക്കില്ലേ, നമ്മുടെ കുടുംബക്കാരും അവരുടെ കുടുംബക്കാരും ഒക്കെ ചോദിക്കില്ലേ എവിടെ പോയി ഏട്ടനും ഏട്ടത്തിയും ഒക്കെ എന്ന്. ആ, നമ്മുടെ കുടുംബക്കാർ ചോദിക്കും. അതേ, അവളുടെ കുടുംബക്കാരെന്ന് പറയാൻ ആരാ ഉള്ളത്? ആ അനാഥ പെണ്ണിന് കുടുംബക്കാരെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ആ കാര്യം പറയണ്ട. പിന്നെ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ അറിയാലോ ഇത് ഞങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ കല്യാണം നടക്കാൻ പോവാ നാളെ. എല്ലാ ഒരുക്കങ്ങളും കഴിയുകയും ചെയ്തു. ഇനിയിപ്പം ശരിക്കും അപ്പച്ചീനെയും കൂട്ടിയിട്ട് ഏട്ടത്തി പറഞ്ഞ് മനസ്സിലാക്കി അപ്പച്ചീനെയും കൂട്ടി വരേണ്ടത് ശരിക്കും ഏട്ടത്തീൻ്റെ കടമയല്ലേ? ആഹാ, ഇനിയിപ്പം അതൊക്കെ എൻ്റെ മേലേക്കാണോ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ശരിക്കും നീ വിളിച്ചു നോക്കിയിരുന്നോ അപ്പച്ചീനെ? ഞാൻ വിളിച്ചെടുക്കുന്നില്ല, എന്നോട് പ്രതിഷേധത്തിലാണല്ലോ. അപ്പം ഏട്ടത്തി തന്നെ അപ്പച്ചീനെ കൂട്ടി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേ അരുണെ, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പച്ചി, എൻ്റെ അമ്മ അവിടെ സങ്കടപ്പെട്ടിട്ട് ഇരിക്കുക. ഇത്രയും കാലം നിന്നെ പോറ്റി വളർത്തിയതല്ലേ, എന്നിട്ട് എൻ്റെ അമ്മേനോടല്ലേ നീ ഈ ചതി ചെയ്തത്? എന്ത് ചതി ചെയ്തെന്ന്? എനിക്ക് താല്പര്യമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞതാണോ? പിന്നെ അല്ലെങ്കിൽ അപ്പച്ചീൻ്റെ ഭാഗത്തുണ്ട് തെറ്റ്. കല്യാണം നോക്കുന്ന സമയം മുതലേ അപ്പച്ചിക്ക് എന്ത് പറഞ്ഞുകൂടായിരുന്നു? അപ്പച്ചിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാട് മുഴുവൻ പെണ്ണന്വേഷിച്ച് നടക്കുന്ന പോലെ സമയത്ത് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു താല്പര്യമുള്ളത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അതിനുശേഷമല്ലേ ഞാൻ കാർത്തൂന് ഇഷ്ടപ്പെട്ടതൊക്കെ. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ് അരുണ് നിൽക്കും. എന്തായാലും മക്കളെ, നിങ്ങൾ വാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ദേ ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണം വേണ്ട ഇവിടെ. നിങ്ങൾക്കാർക്കും വേണേൽ കഴിച്ചോ. അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ. നാളെ എന്തായാലും നമുക്ക് രണ്ടാക്കൂടെ എന്തായാലും ആ കല്യാണത്തിന് പോകണം. ആ, അമ്മായി വേണമെങ്കിൽ പോയിക്കോ, അമ്മായിയുടെ പ്രിയപുത്രനല്ലേ. ഇനി കല്യാണം കഴിഞ്ഞ് സദ്യ ഒക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഞാൻ എന്തായാലും വരുന്നില്ല. അല്ല, ഏട്ടൻ വരുമോ കല്യാണത്തിന്? അത് മഞ്ജിമ വരുമെങ്കിലും ഞാൻ വരും. എന്നാൽ നോക്കാം, മഞ്ജിമ ഉണ്ടെങ്കിൽ നോക്കാം എന്നും പറഞ്ഞിട്ട് ഒരു അനന്തേട്ടൻ അങ്ങനെ പറയുമ്പോൾ പറയും, നിങ്ങളെ ആർക്കും സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, എനിക്കെന്തായാലും കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അരുണകത്തേക്ക് അങ്ങ് പോകും. അമ്മ എന്നിട്ട് പറയും, മക്കളെ എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, നിങ്ങളൊന്ന് സമാധാനപരമായി ചിന്തിച്ച് അന്ന് കല്യാണത്തിന് വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മയും പോകും. പിറ്റേന്ന് മതിലകം വീട്ടിൽ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും ശരിക്കും കണ്ണേട്ടൻ്റെ അമ്മ. ഇതൊക്കെ കണ്ടും അനുഭവിച്ചിട്ടും വിജിതയ്ക്കും സുധയ്ക്കും നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് വിജിത പറയും, ദേ നോക്കിക്കേ, ഇന്ന് കല്യാണ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ കാർത്തൂൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. എന്ത് വന്നാലും ഈ കല്യാണം മുടക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഈ ചേർത്തേടത്ത് ഭഗവതിക്ക് ഒന്നും ശക്തിയില്ലേ? എത്ര തവണ ഞാൻ പ്രാർത്ഥിച്ചു ഈ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ട്. ആ മോളെ, ഞാനും കുറേ പ്രാർത്ഥിച്ചതാ, എന്നിട്ട് എന്ത് ബലം. പ്രാർത്ഥിച്ചും കുറേ വഴിപാട് കഴിപ്പിച്ചതും മാത്രം മിച്ചം, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും നിൻ്റെ പപ്പ എന്തെങ്കിലും കരുതി കൂട്ടിയിട്ട് ചെയ്ത് ഒന്ന് കല്യാണം മുടക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുടങ്ങിയാൽ കാണാം. ഇനിയിപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇപ്പം ഇങ്ങോട്ടേക്ക് ഒരുങ്ങി വരും. എന്തായാലും പോവാൻ സമ്മതിക്കരുത്. ഞാൻ കുറേ തവണ പറഞ്ഞതാണ്, ഒരുങ്ങി കെട്ടിയിട്ടൊന്നും കാര്യമില്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. എന്തായാലും ഒരുങ്ങിക്കെട്ടി വരട്ടെ. അങ്ങനെ നമ്മുടെ കാർത്തൂൻ്റെ കണ്ണേട്ടൻ്റെ അമ്മ നല്ല പോലെ സാരിയൊക്കെ പുതിയ സാരിയൊക്കെ ഇട്ട് ഒരുങ്ങിയായിരിക്കും, നല്ല സുന്ദരിയായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, കുറേ മാലയൊക്കെ ഇട്ടിട്ട്. ഇത് കണ്ടിട്ട് സുധയ്ക്കും വിജിതയ്ക്കും ദേഷ്യം വന്നിട്ട് ചോദിക്കും, ഇത് എവിടേക്കാണ് പോകുന്നത്? അല്ല, കാർത്തൂൻ്റെ കല്യാണമല്ലേ, ഒന്ന് താലികെട്ട് കണ്ടിട്ട് ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വരാം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന്. പിന്നെ ഇവിടുന്ന് പുറത്ത് പോകുന്നതൊക്കെ കൊള്ളാം, പോയാൽ പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരരുത്. അല്ല, ഈ ഒരുങ്ങിക്കെട്ടിയൊക്കെ എങ്ങോട്ടാ? ശരിക്കും കല്യാണപ്പെണ്ണ് നിങ്ങളാണോ അതോ അവളാണോ? അല്ല, കണ്ടാൽ തോന്നില്ലേ എന്താ ആഭരണ വിഭൂഷണിയായിട്ടൊക്കെയാണല്ലോ പോകുന്നത്. അത് പിന്നെ നമ്മുടെ കൊച്ചല്ലേ, അപ്പോൾ നമ്മൾക്കും എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ കാണിച്ച് വേണ്ടേ പോവാൻ വേണ്ടിയിട്ട്. അധികം കാണിക്കൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. പിന്നെ വേറൊരു കാര്യം, അതിന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ലല്ലോ. അല്ല, എന്താ കയ്യിൽ? അത് എൻ്റെ പഴയൊരു മാല കൊടുത്തിട്ട് ഞാനൊരു മാല ഉണ്ടാക്കിച്ചതാ. കാർത്തൂന് നമ്മുടെ വക എന്തെങ്കിലും കൊടുക്കണ്ടേ? കണ്ണൻ വളർത്തിയ കുട്ടിയല്ലേ. ആഹാ, കണ്ണൻ വളർത്തിയ കുട്ടി, കണ്ണൻ വളർത്തിയിട്ടല്ലേ ഉള്ളൂ, കണ്ണൻ്റെ കുട്ടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ടേ അവക്കൊന്നും കൊടുക്കാനും പോണ്ട, നോക്കട്ടെ എന്ന് പഠിച്ചു വാങ്ങും സുധ. എന്നിട്ട് അവിടെ ഇത് എന്തായാലും അവക്ക് കൊടുക്കുന്നില്ല. ഇത്രയും കാലം ഇവിടെ നിന്ന് ഇവക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടാ ഏതോ ഒരു അനാഥ പെണ്ണിന് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങിയിട്ട് അവസാനം പറയും, ഇവിടുന്ന് പോവില്ല, കയറി പോടിയെന്ന് പറയും. നിന്നെക്കാട്ട് 10-20 വയസ്സ് മൂത്തതല്ലേ ഞാൻ, എന്നിട്ട് നീ എന്നെ ഇടിയെന്നാണോ?
ഇനി അങ്ങനെയൊക്കെ ഉണ്ടുള്ളൂ. മര്യാദയ്ക്ക് പോയി കിടന്നോ, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോ. ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്നത് കൊള്ളാം, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. ഈ തറവാട്ടിൽ തന്നെ നിങ്ങളെ ഒരു അധികപ്പറ്റായിട്ടാണ് ഞങ്ങൾ താമസിപ്പിക്കുന്നത്. അതും കൂടി ഇല്ലാതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറ്റി വിടും. നിങ്ങളൊക്കെ എന്ത് ജന്മങ്ങളാ, ഇത്രയും ക്രൂരത പാടില്ല. ക്രൂരത അറിയാത്ത ഒരാൾ കയറി പൊയ്ക്കെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറ്റും. ഇതേ സമയം നമ്മുടെ അരുണിൻ്റെ വീട്ടിലാണെങ്കിൽ അരുണിന് നമ്മുടെ വക്കീൽ രാവിലെ തന്നെ വന്ന് അണിയിച്ചൊരുക്കിയിട്ടുണ്ടാവും. ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് പറയും, അത് ഒരുക്കങ്ങളൊന്നും വേണ്ട, ഇതിപ്പോൾ കല്യാണം നടന്നാലായി. എനിക്കറിയില്ല അപ്പച്ചി എന്തെങ്കിലും കരുതി കൂട്ടുമെന്ന്. അപ്പച്ചി അവിടുന്ന് ഇപ്പം പൂജാമുറിയിലായിരിക്കും. എൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം പറയാൻ പറ്റില്ല, കാറ് അതിന് ആക്സിഡൻറ്റ് പറ്റി ഞാനൊന്ന് തീർന്നോട്ടെ എന്ന് വരെ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. അപ്പച്ചി അങ്ങനെയൊന്നും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചിയല്ലേ, കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം പണ്ടത്തെ അപ്പച്ചി ആയിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പം എന്നോട് തീർത്തും വൈരാഗ്യമുള്ള അപ്പച്ചിയാണ്. എന്ത് രീതിയിലും മുടക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും. രാവിലെ ആണെങ്കിൽ നമ്മുടെ ദേവേൻ്റെ വീട്ടിൽ ദേവേൻ്റെ ഭർത്താവ് ഇങ്ങനെ പറയും, പോയിട്ടില്ലേ മോശമല്ലേ, നീ വളർത്തിയ കുട്ടിയല്ലേ, അപ്പം അവൻ്റെ കല്യാണത്തിന് പോവണ്ടേ, നീ പോയില്ലെങ്കിലും ഞാൻ പോകണമെന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ദേവയുടെ ഭർത്താവ് പറയും, ഇവിടുന്ന് ആരും പോകുന്നില്ല, അതിന് കല്യാണം നടന്നാലല്ലേ ഇവിടുന്ന് പോയിട്ട് കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്